മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകം, പൂരം, ഉത്രം, ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം 2025 രാഹുവും കേതുവും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രാഹുവിനെയും കേതുവിനെയും പാപഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസിട്ട് ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളും ഒരു രാശിയിൽ 18 മാസത്തോളം നിൽക്കുന്നതായിരിക്കും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വഭാവങ്ങളും വേറെ വേറെയാണ്. രാഹു മോഹം, മായ എന്നിവ വരാൻ ഇടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത, മോക്ഷം എന്നിവയിലേക്കാണ് നയിക്കുന്നത്. രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അധിപൻ്റെയോ അതുപോലെ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹത്തിൻ്റെയോ ഒക്കെ സ്വഭാവം അനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത്. വർഷം 2025 മെയ് 18 വരെ രാഹു നിങ്ങളുടെ 8ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. 8ാം ഭാവത്തിൽ രാഹു കൂടുതലും അശുഭ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ചിങ്ങം രാഹുവിൻ്റെ ശത്രു രാശിയുമാണ്. ഈ സമയത്ത് മിക്കവാറും കാര്യങ്ങളിൽ വിഘ്നം അനുഭവപ്പെടുന്നതായിരിക്കും. ടെൻഷൻ വർദ്ധിക്കുന്നതാണ്. അലച്ചിലുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അതായത് ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി പലവട്ടം പലയിടത്തും കയറി ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും. കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെയും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും. രാഹു നിങ്ങളുടെ 8ൽ വന്നതിന് ശേഷം നിങ്ങളുടെ സ്ട്രഗിൾ വർദ്ധിച്ചിട്ടേ കാണത്തുള്ളൂ. പക്ഷേ മെയ് 18 രാഹു രാശി മാറിയാലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നതല്ലായിരിക്കും. കാരണം മാർച്ച് മാസത്തിൽ ശനി നിങ്ങളുടെ 8ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും ഏകദേശം 2.5 വർഷത്തോളവും അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ളതാണ്. ഈ സമയത്ത് മറ്റ് ശുഭഗ്രഹങ്ങളുടെ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് അനുകൂലമായ മഹാദശ, അപഹാരം എന്നിവയാണ് ഈ സമയത്തുള്ളതെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതുമായിരിക്കും. ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. 8ൽ രാഹു നിൽക്കുന്ന സമയത്ത് രോഗങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. അജ്ഞാത ശത്രുക്കളും ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്കൊരാശ്വാസമുള്ളത്, രാഹു ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലായിരിക്കും മാർച്ച് 16 മുതൽ നിൽക്കുന്നത്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. ഈ സമയത്ത് റിസൾട്ടുകൾ സമ്മിശ്രമായിട്ടായിരിക്കും ലഭിക്കുന്നത്. മെയ് 18 രാഹു നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ്. അതായത് അശുഭഭാവത്തിൽ നിന്നും ശുഭസ്ഥാനത്തേക്കാണ് രാഹു പ്രവേശിച്ചിരിക്കുന്നത്. എങ്കിലും ഇവിടെയും സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇവിടെയും രാഹു ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരുരുട്ടാതിയിലായിരിക്കും നിൽക്കുന്നത്. ഗുരു നിങ്ങളുടെ 5ാം ഭാവത്തിൻ്റെ അധിപനാണ്. 2025 ഗുരു 10ഉം 11ഉം ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് രാഹു ശുഭഫലങ്ങൾ നൽകുമെങ്കിലും അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥലത്തും എല്ലാം നല്ല ജാഗ്രതയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഊതി വീർപ്പിക്കാതെ വിവേകപൂർവം അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ഇനി കേതുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കേതു മെയ് 18 വരെ നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് ബുധൻ്റെ രാശിയാണ്. ബുധനും കേതുവും മിത്രങ്ങളാണ്. അതിനാൽ ഈ സമയത്ത് കേതു നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും.
എങ്കിലും ഈ സമയത്ത് ചർമ്മ സംബന്ധമായോ നേത്ര സംബന്ധമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. ചെറിയ ചെറിയ മൈനർ ഓപ്പറേഷൻസും ഒക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മെയ് 18 കേതു നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. 1 കേതു നിൽക്കുന്നത് നിങ്ങളുടെ ടെൻഷൻ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. കൂടാതെ ചിങ്ങം കേതുവിൻ്റെ ശത്രുരാശിയുമാണ്. ഇതിനിടയ്ക്ക് ജൂലൈ 20 കേതു പൂരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇത് ശുക്രൻ്റെ നക്ഷത്രമാണ്. ശുക്രൻ നിങ്ങളുടെ 10ാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ കേതുവും നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും വർഷം 2025 നൽകുന്നത്. രാഹു കേതുവിൻ്റെ പ്രീതിക്കായി രുദ്രഗായത്രി മന്ത്രം നിത്യവും ജപിക്കുന്നത് ശുഭകരമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.